ഇന്ന് കുന്നംകുളത്ത് പ്രധാനമായിട്ട് 2 പൂരങ്ങളാണുള്ളത്. ഒന്ന് ഞമനേങ്കാട് ചക്കപ്പൂരവും രണ്ടാമത്തത് ചിറമനേങ്കാട് കുന്നമ്പത്തുകാവ് അമ്പലത്തിലെ പൂരം. അപ്പം ഞാൻ കുന്നമ്പത്തുകാവ് അമ്പലത്തിലെ പൂരത്തിനാണ് പോയത്. ഞാനിവിടെ എത്തുമ്പോൾ തന്നെ ആനകളെല്ലാം നിരന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് നിങ്ങളൊന്ന് വിചാരിക്കണ്ട രാത്രി പൂരമാണെന്ന്. ഇത് രാത്രി പൂരം ഒന്നുമല്ല, പകൽ പൂരമാണ്. നമ്മുടെ ഇപ്പോഴത്തെ നിയമപ്രകാരം 3 മണിക്കാണ് ആനകളെ എഴുന്നള്ളിപ്പിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് 3 മണിക്ക് എഴുന്നള്ളിപ്പിച്ച് 8 മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് പൂരം ക്രമീകരിച്ചിരിക്കുന്നത്. 1 മണി എന്നുള്ള സമയം മാറ്റിയിട്ട് 3 മണി എന്നുള്ള സമയമാക്കിയത് എന്തുകൊണ്ടും വളരെ നല്ലതാണ് കേട്ടോ. കാരണം ഈ 1 മണി നേരത്തൊന്നും നമുക്ക് പോലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. പല ആളുകൾക്കും സൂര്യാഘാതം ഏൽക്കുന്നുണ്ട്. ഇതൊക്കെ ആനയ്ക്ക് ഏറ്റ് കഴിഞ്ഞാൽ എന്തായാലും ആന അടയും, ആ ഒരു കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനൊരു നിയമം വരുത്തിച്ചിട്ടുള്ളത്. ജോലിക്ക് പോയി വരുന്നവർക്കൊക്കെ സുഖമായി. കാരണം ജോലി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് പൂരം കാണാനും കൂടി പോവാം, അങ്ങനെ ഒരു സ്ഥിതിയായിട്ടുണ്ട്. പഴയ ഒരു കാലത്താണെങ്കിൽ ഏകദേശം ഒരു 5 മണിയാകുമ്പോഴേക്കും 5 മണി 6 മണിയാകുമ്പോഴേക്കും പൂരം കഴിയും. അത് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പൂരങ്ങളൊക്കെ ഇട ദിവസങ്ങളിലാണ് ഉണ്ടാവാറ്. ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയൊക്കെയാണ് ഉണ്ടാവാറ്. ഒരു രാത്രി പൂരം കാണുന്ന ഒരു പ്രതീതിയിൽ നമുക്ക് എന്തായാലും ഈ ഒരു പൂരം കാണാം അല്ലേ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രതീതിയാണ്. നമുക്ക് വെയിൽ കൊള്ളാണ്ട് എന്നാൽ നല്ലൊരു അന്തരീക്ഷത്തിൽ നമുക്ക് ആനകളെയും കാണാം, പൂരം കാണാം, നല്ല രീതിയിൽ ആസ്വദിക്കുകയും ചെയ്യാം. ഇനി രാത്രി പൂരം വേറെ ഉണ്ട് കേട്ടോ. രാത്രി 1 മണിക്ക് എഴുന്നള്ളിപ്പിക്കും, ഒരു 5 മണി 5:30 ആകുമ്പോഴേക്കും അവസാനിക്കുന്ന രീതിയിൽ പൂരമുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ആനനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതാണ് മുള്ളത്ത് ഗണപതി എന്ന് പറഞ്ഞിട്ടുള്ള ആന. ആനയുടെ കൊമ്പ് കണ്ടോ? ആനയുടെ കൊമ്പ് കണ്ടിട്ടാട്ടോ ഞാൻ ഇത്ര നേരം ആനയുടെ മുന്നിൽ നിന്നിരുന്നത്. നല്ല ഭംഗിയുള്ള കൊമ്പാണ്. നല്ല 2 വശത്തേക്ക് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കൊമ്പ്. ആനയ്ക്ക് ഉയരധികമില്ല. ഇത് പറ്റാനായിട്ട് നിർത്തിയ കാരണമാണ് ഇങ്ങനെ ഒരു കുട വെച്ചിട്ട് ഇവിടെ സൈഡിൽ നിർത്തിയിരിക്കുന്നത്. തിടമ്പാന ആക്കിയിട്ടില്ല. പക്ഷെ മുള്ളത്ത് ഗണപതിക്ക് പല പൂരങ്ങൾക്കും തിടമ്പൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. മുള്ളത്ത് ഗണപതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ നല്ല തീറ്റപ്രിയനാണ്. നന്നായി തിന്നാൻ വേണം ആനയ്ക്ക്. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, പൂരം അവിടെ നടക്കുന്നു. ഇവിടെ ആനയുടെ ആ ഒരു പട്ടത്തിൻ്റെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ആനയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ആന നല്ല ഉടൽ നീളം, നല്ല രീതിയിൽ നീളമുള്ള ഒരു ആനയാണ്. അതേപോലെ തന്നെ നല്ല തടീനും കൂടിയാണ് ഈ ആന. മുള്ളത്ത് ഗണപതി ആനയുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തായിട്ട് വേറെയും കുറച്ച് ആനകളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയിൽ അവരും പട്ട തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആനകളുടെ പേരൊക്കെ ഞാൻ ആ ഒരു സമയത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മറന്നുപോയി. എന്താ പേരൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും ആനകളെ ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റുന്നത് വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനകളെ നമുക്ക് തൊട്ടടുത്ത് കാണാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ഇവിടെ തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും തിടമ്പാനകൾ നിൽക്കുന്ന സ്ഥലത്താണ് കേട്ടോ അവിടെ ആൾക്കാർ കൂടുതലായിട്ട് കൂടി നിൽക്കുന്നത്. ഇത് പറ്റാനകളായ കാരണം തോന്നണം ആനകളുടെ അടുത്തൊന്നും ആരും നിൽക്കുന്നില്ല. ഇത് ഈ തിടമ്പാന തുടങ്ങുന്നത് കോണാർക്ക് കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയുടെ അവിടെ നിന്നാണ് തിടമ്പ് ആനകളുടെ ആ ഒരു നിര തുടങ്ങുന്നത് തന്നെ കേട്ടോ. ഇത് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തോട്ടേക്കാട് വിനായകനോ അങ്ങനെ ഒരു ആന ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് വേറെ ആന. ഇനി അങ്ങോട്ട് തിടമ്പാനകളുടെ ഒരു നിര തന്നെയാണ് ഉള്ളത്. ഇവിടെ തിടമ്പാനായിട്ട് എഴുന്നള്ളിപ്പിച്ചിരിക്കുന്നത്, അതായത് ദേവസ്വത്തിന്റെ ആനയായിട്ട് എഴുന്നള്ളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ തടത്താവിള ശിവ എന്ന് പറഞ്ഞിട്ടുള്ള ആന ആണെന്ന് തോന്നുന്നു. അതിന് അപ്പുറത്തും ഇപ്പുറത്തായിട്ട് തിരുവാണിക്കാവ് രാജഗോപാലും പിന്നെ വലിയപുരക്കൽ സൂര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനകളാണ് ഉള്ളത്. അതിന്റെ തൊട്ടപ്പുറത്താണ് പാക്കത്ത് ശ്രീകുട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന ഉണ്ടായിരുന്നു. ഇവിടെ ഗണപതി ആനയുടെ പാപ്പാൻ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആനകൾക്കും തീറ്റ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗണപതിക്ക് അത്യാവശ്യം തീറ്റ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അതിൽ ചെറിയ ഒരു തണ്ടുകളൊക്കെ വരുമ്പോൾ മറ്റേ ആനകൾക്കും കൂടി അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില പാപ്പന്മാരുടെ ഒരു കഴിവാണ്, തൊട്ടപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന ആനകളൊക്കെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കും. കാരണം നമ്മുടെ മാത്രം ആന കഴിച്ചാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഒരു ഇതെല്ലാ പാപ്പന്മാർ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും വീഡിയോസിൽ ഒരുപാട് തവണ കണ്ടിട്ടില്ലേ പല പാപ്പന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് കൊടുക്കുന്നത്.
എല്ലാ ആൾക്കാരും നല്ല സൗഹൃദത്തിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സൗഹൃദമാണ് നമ്മുടെ പൂരത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ശരി തന്നെയല്ലേ? പൂരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പാപ്പന്മാർ ആദ്യം നോക്കുന്നത് ആനേനെ പെട്ടെന്ന് തളയ്ക്കാനാണ്. അതുകൊണ്ട് തന്നെയാണ് പൂരം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ ആനയുടെ ചമയങ്ങളൊക്കെ അഴിച്ചു വെക്കുന്നത്. അതേപോലെ തന്നെ പൂരം കഴിഞ്ഞിട്ട് പോകുന്നൊരു സമയത്ത് ആന ഇടയുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പാപ്പന്മാരും ആ ഒരു സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം കുറേ നേരം ആനയിൽ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പിന്നീട് അവിടെ നിന്ന് മാറ്റുക എന്ന് പറയുമ്പോൾ ഇന്നും അതേപോലെ ഒരു സംഭവം ഉണ്ടായി. ദേവസ്വം ആന ചെറുതായി എന്തോ ഒരു പ്രശ്നം കാണിച്ചു. അതോടുകൂടി ആനയുടെ നടച്ചങ്ങല കൂട്ടി എലിഫൻറ്റ് സ്ക്വാഡുകാർ വന്ന് എല്ലാവരും ആക്റ്റീവായി പെട്ടെന്ന് തന്നെ ആനനെ തളയ്ക്കുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങി. ആനയുടെ നെറ്റിപ്പട്ടം ഒക്കെ ആന ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് ആനേനെ പെട്ടെന്ന് തളയ്ക്കുകയാണ് ചെയ്തത്.